അൽഹംദുലില്ലാ. ചില ആളുകൾ പറയണോ അൽഹംദുലില്ല എന്നാണ് പറയണതെന്ന്. അതുപോലെ ചൗടിൻ്റെ വായ്പാണ്. അൽഹംദുലില്ല എന്നാണ് പറയണത്. അറിയുന്ന ആൾ പറയുമ്പോൾ ഇനി അങ്ങനെ കേട്ടാൽ തന്നെ അത് മനസ്സിലാക്കിയാൽ മതി. അത് അൽഹംദുലില്ല എന്ന് തന്നെ പറയണത്. അറിയാത്ത ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഇനി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേട്ടോളിയും എന്താണ് ഇവിടെ പറയുന്നത്? മഹാനായിരിക്കുന്ന റഫ്ഖാൻ ബിബി, മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബിബി റളിയല്ലാഹു അൻഹാ സുഖപ്രസവം നടത്തിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചത്. മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയായ റഹ്ഖാൻ ബിബി റളിയല്ലാഹു തആല അൻഹ 2 കുട്ടികൾക്കാണ് ജന്മം നൽകി. ഏതാണ് ആ 2 കുട്ടികളെന്ന് കവി തന്നെ പറയുന്നതായിരിക്കും നല്ലത്. കശിന്തുടൻ ബീവി പിതാവിൽ 2 ഭാഷത്തെ കുതിത്ത് മുൻ വന്തോരിൽ ബത്തൈസ് എന്ന നാമത്തെ, കുതിത്ത് മുൻ വന്തോരിൽ ബത്തൈസ് എന്ന നാമത്തെ, പശുക്കാത് ബന്തോരിൽ യഴക്കുബണ്ടു വിസിമിട്ടേ, മദർ കിളെ മോനോടുള്ള ഉകപ്പ് മികത്തിട്ടേ, മദക്കിളെ മോനോടുള്ള ഉകപ്പ് മികത്തിട്ടേ, അശഗർ നബിയാർക്ക് മൂത്ത മോനിൽ ഉകപ്പേര, അരിമക്കിടാങ്ങൾ വളർന്ന് 2 മേജരായി. അതെ, ആദ്യമായി പുറത്തേക്ക് വന്ന കുട്ടിയാണ്. ധീരത കാട്ടി പുറത്ത് വന്ന കുട്ടിക്ക് അവർ ഐസ് എന്ന് നാമകരണം ചെയ്തു. ഐസ് എന്ന വാക്കിനർത്ഥം ധീരതയുള്ളവൻ. 2ാമത്തെ കുട്ടിക്ക് യഴക്കൂബ്, അതായത് പിന്തി വന്നവൻ എന്നർത്ഥം വരുന്ന യഴക്കൂബ് എന്നും നാമകരണം ചെയ്തു. പക്ഷേ ഉമ്മായെ വേദനിപ്പിക്കാതെ വളരെ രസകരമായ രീതിയിൽ പുറത്തു വന്നതുകൊണ്ട് തന്നെ യാക്കൂബിനോടായിരുന്നു കൂടുതൽ സ്നേഹം മാതാവായ റഫ്ഖാൻ ബീവിക്ക്. വാപ്പയ്ക്ക് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് അത് ഐസിനോടായിരുന്നു. ഏതായാലും 2 കുട്ടികളെയും, മാതാപിതാക്കളാണല്ലോ, 2 കുട്ടികളെയും 2 കണ്ണുകൊണ്ട് കാണാതെ അവർ നോക്കി വളർത്തി, ലാളിച്ച് വളർത്തിയെന്ന് മാത്രമല്ല, അങ്ങനെ ഏകദേശം അവർക്കൊരു 10-15 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അന്നത്തെ കാലത്ത്. ആ സമയം ഒരു ദിവസം മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം തൻ്റെ ഇഷ്ടമോനോടായ, തൻ്റെ ഇഷ്ടമോൻ ആരാണ്? ഐസാണല്ലോ. ഐസിനെ വിളിച്ചുകൊണ്ട് പറയുകയാണെന്ത്? മൊഷിയും ഒരു ദിനം ഭാവ ഐസോട് നീയൊന്ന് മുറ പോൽ വനാന്തരം പോയിടണം, ശിക്കാറിനെ പോയിട്ട് മാനൊന്ന് കിട്ടി എങ്കിൽ അത് ചൂട്ട്, മോനെ നീ കൊണ്ടാ ഞാൻ തിന്ന് എൻ്റെ ഉള്ളിൽ രസിക്കട്ടെ, നായനിൽ താതാതുവായി രംദേ സമയത്ത് നലവാൽ തന്നെന്നിൽ നോബുവ തോടരി സാലത്ത്. തൻ്റെ പ്രിയപ്പെട്ട മകൻ, അഥവാ തനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മകനായ ഐസിനെ വിളിച്ച് പറഞ്ഞു, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, മോനെ, വാപ്പാക്ക് മാനിറച്ചി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് മാനിറച്ചി എവിടുന്നാണ് കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ ഐസാണെങ്കിൽ അന്ന് കാട്ടിൽ പോയി വേട്ട ചെയ്യുന്നൊരു പതിവുണ്ട്. ഐസിന് ഓരോരോ കുട്ടിക്കും ഓരോരോ താല്പര്യമാണല്ലോ. ഒരു താല്പര്യമാണ്. ആ താല്പര്യം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് വിട്ട് ഈ കമൻറ്റ് ബോക്സ് മൊത്തം നിറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നായതിനിൽ താതാതു ആയിരുന്ന സമയത്ത് നീ കുറച്ച് മാനിറച്ചി എവിടുന്നെങ്കിലും ശേഖരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ വാപ്പ നിനക്ക് നബിയാകാൻ വേണ്ടി ദുആ ചെയ്യാമെന്ന് ഐസിനോട് പറഞ്ഞപ്പോൾ ഇത് കേൾക്കേണ്ട താമസം ഐസദ തൻ്റെ ഒരു പ്രത്യേക പരിപാടിയാണെന്ത്, ഈ കാട്ടിക്ക് പോയി വേട്ടയ്ക്ക് ചെയ്യുക എന്നുള്ള പരിപാടി. അപ്പോൾ ഉടനെ തന്നെ ഐസ് അമ്പും വില്ലെടുത്തിട്ട് എന്തായി, നേരെ കാട്ടിക്ക് പോയി. വാപ്പ തങ്ങോട്ട് പറഞ്ഞോടുകൂടെ, കാരണം നബിയാകാൻ വേണ്ടിയിട്ടാണ് തീർക്കണതേ. നബിയാകാൻ വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. ഐസദ വാപ്പയുടെ ആ വാക്കനുസരിച്ചുകൊണ്ട് അമ്പും വില്ലും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് കുതിക്കുകയാണ്. ഐസ് കാട്ടിൽ അവിടെ വേട്ട നടത്തട്ടെ. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ആ വീട്ടിൽ എന്തോ ഒരു അത്ഭുതകരമായ സംഭവം എന്താണെന്ന് കവി തന്നെ പറയട്ടെ. മായമാതിനിട കൊണ്ടായാട നറുത്തിട്ടേ മാതായക്കൂബിൽ പൊരിച്ച് വേഗം കൊടുത്തിട്ടേ
കൊടുത്തതു ആ കേൾക്കാൻ ബാവാനോട് പറയണം. കൂശാതെ ദേഹമ്മി ആട്ടിഞ്ചിൽദാൽ പോതിയേണം. ആ സമയം വാപ്പ ഐസിനോട് പറയുന്ന സംഭാഷണമെല്ലാം കേട്ട് നിന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവർക്ക് കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന യാക്കൂബിനെ വിളിച്ചു പറയണം, യാക്കൂബേ, ഐസിനോട് വാപ്പ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പദവി നിനക്ക് തട്ടിയെടുക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലുള്ള ഒരു ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിയെ നീ അറുത്ത് തരികയാണെങ്കിൽ ആ ആടിൻ്റെ മാംസം ഞാൻ പാകം ചെയ്ത് വേഗം ഒരു തളികയിലാക്കി തരാം. എന്നിട്ട് വാപ്പയുടെ അടുക്കൽ ചെന്ന്, ഇതാ വാപ്പ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു മാനിറച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയെ കബളിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് നബിയാകാൻ പറ്റും എന്ന് ഉമ്മ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ ശരി, അതൊരു ശരി തന്നെയാണ്. ഉടനെ തന്നെ അതാ യാക്കൂബ് അവിടെ ആടിനറുത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, ഉമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പാകം ചെയ്ത് റെഡിയാക്കി തളികയിലാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഉമ്മ മറ്റൊരു ഐഡിയ കൂടി പറഞ്ഞു കൊടുത്തു. എന്താണത്? ഒരു ഐസ് രോമം തിങ്ങി നിറഞ്ഞ ആളാണ്. അപ്പോൾ രോമം തിങ്ങി നിറഞ്ഞ ആളായതുകൊണ്ട് ഒരുപക്ഷെ വാപ്പയെങ്ങാനും ഒന്ന് ശരീരം ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ കള്ളിപ്പൊളി. അപ്പോൾ അതിന് വേണ്ടി ഉമ്മയുടെ കുട്ടി ആടിൻ്റെ തോല് അത് ശരീരത്തിൽ കൂടെ പൊതിഞ്ഞിട്ട് ഈ മാംസവുമായി വാപ്പാനോട് ചെന്ന് നബിയാകാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. വാപ്പ പണ്ടത്തെ പോലെ കാഴ്ചയില്ലാത്ത ആളാണ്, പെട്ടെന്ന് ആളാൻ മനസ്സിലാവില്ല, യാക്കൂബാണ് ഐസാണെന്ന് മനസ്സിലാവില്ല, തൊട്ടോക്കിയാലൊക്കെ കാര്യം പിടുത്തം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഉമ്മ ഒരു പണിയൊപ്പിച്ചു എന്ന് മാത്രമല്ല, പറഞ്ഞതുപോലെ അത് ആടിനെ കറുത്ത് റെഡിയാക്കി ഭക്ഷണത്തളികയുമായി യാക്കൂബ് വാപ്പാൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്. എന്താണ് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഭവ മുത്തുക്കോയത്തങ്ങൾ തന്നെ പറയുകയായിരിക്കും നല്ലത്. ഇടരാതെ മദാനവിന്റെ വേഷം ധരിത്തിട്ട് എമ്പർ നബിയുള്ള മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ട് പതിവായി മാംസം ഭുജിത്ത് ബാവായി എനിക്കിന്ന് വളർമാനുഭവത്ത് കിട്ടാൻ കേൾപ്പിന്തുവാവുന്ന്. പാപ്പ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനിതാ ഭക്ഷണം മാനിറച്ചി പാകം ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നു. യാക്കൂബ് അതാ വാപ്പാൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, വാപ്പ എന്ത് എൻ്റെ മോൻ ഇത്രക്ക് ഉഷാറായോ? ഇത് ഞാൻ പറഞ്ഞപ്പോഴത്തിന് കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നല്ലോ. ഏതായാലും മഹാനായ ഇസാഖ് നബി അലൈഹി സ്വലാം എന്താണ് ചെയ്യുന്നതെന്നറിയുമോ? രംഗം കവി വിവരിക്കട്ടെ. കേമറേനബിയപ്പൽ മോനാദഞ്ചോടടുപ്പിത്ത് കേദത്തിൽ ഒന്ന് തടകിക്കൊണ്ട് മണപ്പിത്ത്. മഹാനായ ഇസാഖ് നബി അലൈഹി സ്വലാം തൻ്റെ പൊന്നോമന പുത്രനായ യാക്കൂബിനെ ഐസാണെന്ന് വിചാരിച്ചുകൊണ്ട് മാറോടങ്ങോട്ട് അണച്ച് ചേർത്ത് പിടിച്ചു. ആ സമയം യാക്കൂബ് നബി അലൈഹി സ്വലാമാണ് സംഭവം. പക്ഷേ വാപ്പ ആ സമയത്ത് പറയുകയാണ്, കോമാനവാസത്തിൽ യാക്കൂബാണെന്ന് തോന്നുന്നു, കുവലാലും രോമത്തിനാലും അഴിസെന്ന് കാണുന്നു. വാസന സ്മെല്ല് കേൾക്കുമ്പോൾ യാക്കൂബിൻ്റെ സ്മെല്ലാണല്ലോ. സംസാരമൊക്കെ കേൾക്കുമ്പോൾ, അതേപോലെ തന്നെ പുറമൊക്കെ ശരീരമൊക്കെ തൊട്ട് വെക്കുമ്പോൾ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താ ഇപ്പോൾ ഇത് സംഭവം? ഏതായാലും മഹാനായ ഇസാഖ് നബി അലൈഹി സ്വലാം ഒരൊറ്റ ദുആയായിരുന്നു. എന്താണ്? നേമം മസലിംന്ന് തെറ്റി കൂലാനി ഹന്നാനെ നേശത്തി മോനിൽ നോബുവ തിന്ന് താമന്നാനെ സാമിദു ആയും ബിരുത്തി മാംസം ഭുജിത്തീട്ടേ തന്നിയോൻ ഇവരാന്നേ ഭീമ രേടിൽ കൂറിത്തീട്ടേ. ഉടനെ തന്നെ മഹാനായ ഇസാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പടച്ചവനെ നിൻ്റെ അലങ്കരീയമായ വിധിയല്ലേ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മോനിൽ നബുവത്ത് കൊണ്ടായെന്ന് പറഞ്ഞ് മഹാനായ ഇസാഖ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു എന്ന് മാത്രമല്ല, അക്കാരണത്താൽ തന്നെ ആ മോനിൽ നബുവത്ത് അല്ലാഹു കരിഞ്ഞു നൽകുകയും നബിയായി നിശ്ചയിക്കുകയും നബിമാരുടെ ഏടിൽ ആ കുട്ടിയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ യാക്കൂബ് പ്രവാചകനായിരിക്കുകയാണ്, നബിയായിരിക്കുകയാണ്. അങ്ങനെ തനിയോനി വരാ നബിമാരിൽ ഏടിൽ കുറിത്തിട്ടേ. ഏതായാലും സംഭവമൊന്നും അറിയാത്ത ഐസ് വാപ്പയുടെ അനുവാദപ്രകാരം കാട്ടിലേക്ക്
വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. ഐസ് എവിടെയാണെന്ന് നോക്കണ്ടേ? നമുക്കതൊന്ന് നോക്കാം. കുതിത്ത് ഐസാവർ വേട്ട കാശിന്താനേ ലഹമും കൊണ്ടവർ മുമ്പാണൈത്തുടൻ മോളിന്താനേ പിതാവോരെ നബുവത്തിൽ എനിലിന്ന് കോനിൽ ബീരുത്തു ബിന്ദുവായിതൈ ഭൂജിത്വം. അപ്പാ ഇതാ മാനിറച്ചി ഞാൻ അമ്പെയ്തുകൊണ്ട് ഒരു മാനിനെ വേട്ടയാടി പിടിച്ച് ഭക്ഷണമെല്ലാം തയ്യാറാക്കി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് തളികയിൽ മാനിറച്ചി, ഒറിജിനൽ മാനിറച്ചി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ വാപ്പയായിരിക്കുന്ന ഇസാഖ് നബി അലൈഹി സ്വലാം അന്തം പെടുകയാണ്. മോനെ, പുതുമയിൽ നബി ചോദി തനൈ മോനെ ഐസേ പോന്നില്ലേ ഇതിൻ മുന്നം നിടം താനേ. മോനെ, നീയല്ലേ കുറച്ച് മുമ്പ് എൻ്റെ അടുക്കൽ വന്നത്? ഉടനെ തന്നെ മഹാനായ ഇസാഖ് നബി അലൈഹി സ്വലാം അത്ഭുതപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും അറിയാതെ അതാ അന്തളിച്ചിരിക്കുകയാണ് മഹാനായ ഇസാഖ് നബി അലൈഹി സ്വലാം. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.